സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ജോർജ് കുട്ടിയുടെ സ്വർണം കട്ടത് എന്ന് എഴുതിയാൽ മതിയോ? എന്റെ രാജു എബ്രഹാമേ, നിങ്ങൾ ഒരു CPM ജില്ലാ സെക്രട്ടറിയായി പ്രത്യേകിച്ച് ശബരിമലയിലെ കാര്യം ഇരിക്കും, ഒരു അടിസ്ഥാന വിവരമെങ്കിലും അറിയണ്ടേ? മുരാരി ബാബു ഏത് സംഘടനയുടെ ആളാണ്? ഒരു നിങ്ങളുടെ സംഘടന CPM സംഘടന. ഞാൻ വെല്ലുവിളിക്കുന്നു ലിജുവിനെ, ഞാൻ പരസ്യമായി മാപ്പ് പറയാം. തന്റെ ഇടം ഉണ്ടോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. തോറ്റത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി ഉന്നത നേതാക്കൾ ജയിലിൽ കിടന്നതിലല്ല, അവരിപ്പോഴും പാർട്ടി നേതാക്കളായി തുടരുന്നതിലുമല്ല. പറ്റിച്ചത് പാട്ടാണ്. അത് ഞാൻ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ രാജു എബ്രഹാം, എന്തുകൊണ്ടാണ് ഈ ശബരിമല പാരഡി, ഇപ്പൊ പറഞ്ഞാൽ ശബരിമല പാരഡി എന്നതിനപ്പുറം ഈ പോറ്റിക്കെതിരെയുള്ള പാരഡി, അത് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത്? ശബരിമല LDFന് വലിയ തിരിച്ചടിയായി എന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് റാന്നി പെരുന്നാട് വലിയ വിജയമാണ് LDF നേടിയത്. അത് വിജയിച്ചത് എങ്ങനെയാണ്? ടോസിലൂടെയാണ്. BJP സ്ഥാനാർത്ഥിക്ക് 232 വോട്ട് ലഭിക്കുന്നു, 268 വോട്ട് LDFനും UDFനും. അങ്ങനെ ടോസിലൂടെ ജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു സ്വാമി അയ്യപ്പനെ പോലെയുള്ള ആ അവതരണം തികച്ചും തെറ്റാണ്. ഇവിടെ പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ മുഖ്യമന്ത്രിക്കോ DGPക്കോ ഒക്കെ പരാതി കൊടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. സംശയമൊന്നുമില്ലല്ലേ? അത് പ്രധാനമായും സ്വാമി അയ്യപ്പൻ്റെ പേര് അനാവശ്യമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു കാരണവശാലും സ്വാമി അയ്യപ്പനെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം ആക്കാൻ പാടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. രാജു എബ്രഹാം, ഇപ്പോൾ ഈ പള്ളിക്കെട്ട് ഗാനം പാരഡിയായി കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണോ? ഈ തെരഞ്ഞെടുപ്പിലാണോ അങ്ങ് ആദ്യമായി കേൾക്കുന്നത്? കടുത്ത നടപടി വേണ്ടതാണ്. കാരണം ഇത് മതചിഹ്നങ്ങളും അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമമൊക്കെ ഉപയോഗിച്ചു എന്നുള്ള വേറൊരു ഗുരുതരമായ തലത്തിലേക്ക് അത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങ് ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. കെ കരുണാകരൻ മത്സരിച്ച സന്ദർഭത്തിൽ ഈ പാരഡി വന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അന്ന് അത് സംബന്ധിച്ച് പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കേണ്ടതാണ്, കൊടുക്കാനുള്ള അവകാശമുണ്ട്. അന്ന് ആരെങ്കിലും പരാതി കൊടുത്തോ നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വല്ലവരും പരാതി കൊടുക്കുന്നതിനെ കുറിച്ചല്ലോ, CPM ഇക്കാര്യത്തിലുള്ള അഭിപ്രായത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ശ്രീ രാജു എബ്രഹാം, അങ്ങ് പറയുന്നത് കടുത്ത നടപടി വേണമെന്നാണല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തിരിച്ചടിയായി ശബരിമല സ്വർണം കട്ടതിൽ അല്ലെങ്കിൽ ആ കട്ടു എന്ന കേസിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് 1.5 മാസമായി. അപ്പോൾ ആ നേതാക്കൾ അവിടെ തുടരുമ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ തുടരും, കുറ്റപത്രം വരട്ടെ എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. അപ്പോൾ അതല്ല പ്രശ്നം, ഇപ്പോൾ ഈ പാട്ടാണ് പ്രശ്നം എന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിയോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, SITയുടെ അന്വേഷണം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്തിക്കണം എന്ന് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ കൊള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഡൽഹിയിൽ നിലവിലുള്ള 2 പാർലമെന്റ് മെമ്പർമാരുടെ ഒപ്പം നിന്നുകൊണ്ട് സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന ഒരു പടം ഇപ്പം വ്യാപകമായി പുറത്തു വന്നു. അതിനൊന്നുമില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ അതിന്റെ അർത്ഥം കൂടെ പറയൂ. അതിന്റെ അർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കൊള്ള ആരംഭിച്ച കാലഘട്ടം, അന്ന് എനിക്ക് തോന്നുന്നു പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ആ കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോടൊപ്പമായിരുന്നു? ആ ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്ത സ്വർണം എവിടേക്കാണ് കൊടുത്തത്, ആരൊക്കെയാണ് അതിൽ പങ്കുപറ്റിയിട്ടുള്ളത്,
ഇതെല്ലാം SITയുടെ അന്വേഷണത്തിൽ വരേണ്ട പക്ഷേ കാര്യമാണ്. അല്ല, നിങ്ങളുടെ ആഗ്രഹമല്ലേ ഞാൻ ചോദിച്ചത്. നിലവിൽ കേസിൽ പ്രയാർ ഗോപാലകൃഷ്ണ കാലമല്ലല്ലോ ഇപ്പോൾ. CPM ഭരണസമിതി ഉള്ള സമയമാണ് ഇപ്പോൾ നിലവിൽ കൊള്ളയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങ് പറയുന്ന ഈ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നത് കണ്ട പോലെ തന്നെ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രിയും ഇരുന്ന് ഗൂഢാലോചന എന്ന് പറയാവുന്ന രൂപത്തിൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി കൂടിയാലോചന നടത്തുന്ന ഒരു ചിത്രവും വന്നിട്ടുണ്ട്. അതിനും കൂടിയുള്ള ഒരു അർത്ഥം കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലിജുവിലേക്ക് പോകാം. അത് പിന്നെ ഞങ്ങൾ അതിനെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ മനസാക്ഷിയുടെ കോടതിയിൽ കണ്ടോളാം, ഹൈക്കോടതി കുറ്റവാളി എന്ന് മന്ത്രിമാരെ പറ്റി പറഞ്ഞപ്പോഴും ഞങ്ങളതെല്ലാം മനസാക്ഷിയുടെ കോടതിയിൽ തെളിയിച്ചോളാം എന്നല്ലല്ലോ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. എന്തോ എങ്ങനെ കുറ്റവാളികളായി പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുക കുറ്റവാളി ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ് ശ്രീ രാജു എബ്രഹാം. അതാണ് ഞാൻ ചോദിച്ചത്. ഇനി അങ്ങേക്ക് പള്ളിക്കെട്ടിലെ ഒരു പുതിയതല്ല, പള്ളിക്കെട്ട് ഗാനത്തിൽ CPM ഇറക്കിയ പാരഡി കൂടി അങ്ങേക്ക് കേൾക്കാം. ഇത് കെ കരുണാകരന്റെ കാലത്തെയല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയ ഗാനം. അതൊന്ന് കേട്ടിട്ട് നമുക്ക് ലിജുവിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ്. മലപ്പുറം വിശ്വാസത്തെ ഹനിക്കുന്ന മാത്രമല്ല നല്ല രാഷ്ട്രീയ ശരിയുമുണ്ട്. ഭാഷയിലെ ഒരു സംസ്കാരമൊക്കെ നമ്മൾ കണ്ടല്ലോ. എവിടെ പോണ്? തൊണ്ട വെള്ളം കുടിക്കണം. ലിജു, അങ്ങേക്ക് പറയാം, ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞോളൂ. ശരി, പറയൂ. ഒറ്റ വാക്ക് പറഞ്ഞോളൂ. അല്ല, അവിടെ അയ്യപ്പന്റെ നാമധേയം ഉപയോഗിച്ചതായി കേട്ടില്ല. ശരി, അല്ല ബാക്കി ഒരു കുഴപ്പവും കണ്ടില്ല. ലിജു, നിങ്ങൾ ഈ പാരഡി ഞങ്ങൾ പാരഡിക്കെതിരല്ലോ. ശരി, പാരഡിക്കെതിരല്ല. അയ്യപ്പന്റെ പേര് പറഞ്ഞാണ് കുഴപ്പം. അയ്യപ്പന്റെ പേരിൽ സ്വർണം കെട്ടൽ കുഴപ്പമില്ല. ശരി, ലിജു, ഇപ്പോൾ ഈ പാരഡി വലിയ പ്രശ്നമായി. കാരണം അതുകൊണ്ടാണല്ലോ അകത്ത് കിടക്കുന്നത്. അതെ, അകത്ത് കിടക്കുന്നു. നിങ്ങളുടെ അകത്തുമാണല്ലോ, പാർട്ടിക്കും അകത്താണല്ലോ. നിങ്ങളുടെ സമീപനമാണ് അതിൽ വ്യക്തമാകുന്നത്. ലിജു, ഇപ്പോൾ സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണ് എന്ന് പറയുന്നത് അത് ആഴത്തിൽ തന്നെ വോട്ടർമാരിൽ പതിഞ്ഞു എന്നൊരു വിലയിരുത്തലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പാരഡി രചിക്കാമോ? ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈ ഒരു ഗാനത്തെ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് സ്മൃതി ഇറക്കുന്നത്? സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, അല്ലേ? ഇവിടെ അയ്യപ്പന്റെ സ്വർണ്ണമല്ലേ കട്ടത്? ജോർജ് കുട്ടിയുടെ സ്വർണം കട്ടത് എന്ന് എഴുതിയാൽ മതിയോ? നിലവിൽ പ്രോസിക്യൂഷന്റെ കേസ് പ്രകാരം ഈ മോഷണ കേസിലെ പ്രതികളായിരിക്കുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട രണ്ടാളുകൾ പത്മകുമാറും വാസുവും സഖാക്കളല്ലേ? പത്മകുമാർ ഇപ്പോഴും നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? വാസു പ്രധാനപ്പെട്ട CPM അല്ലേ? ഇതല്ലേ? അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സ്വർണം പോയത് അയ്യപ്പന്റേത്, അത് മോഷ്ടിച്ചത് സഖാക്കളാണ് എന്ന് നിലവിൽ പ്രോസിക്യൂഷന്റെ ആരോപണമുണ്ട്. അത് പത്മകുമാറും വാസുവും അതിലെ സുപ്രധാന ആളുകളാണ്. പിന്നെ സത്യം പറയുന്നതിന് എന്താണ് ശ്രീ രാജു എബ്രഹാം നിങ്ങൾ വിഷമിക്കേണ്ടത്? അയ്യപ്പന്റെ സ്വർണം ആയതുകൊണ്ട് തന്നെ വസ്തുത പറഞ്ഞു എന്നതുകൊണ്ട് മതവികാരം ഇളക്കിവിടുന്ന ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അയ്യപ്പന്റെ സ്വർണമാണ്, അല്ലാതെ വേറെ രാജപ്പന്റെയോ ജോർജ് കുട്ടിയുടെ സ്വർണം അല്ല. അതുകൊണ്ട് അയ്യപ്പൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. 100% ഞാൻ യോജിക്കുന്നു. രാജു എബ്രഹാം, 2018 ഇറങ്ങിയൊരു അഡാർ ലവ് സ്റ്റോറി എന്ന സിനിമയുണ്ടല്ലോ, അഡാർ ലവ്. അതിൽ മാണിക്യമലരായ പൂവി എന്ന ഗാനം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിലെ ഗാനം പ്രവാചകനെ നിന്ദിക്കുന്നതാണെന്നും മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും ആരോപിച്ച് ഹൈദരാബാദിലെ ചില മതസംഘടനകളും വ്യക്തികളും പോലീസിൽ പരാതി നൽകിയായിരുന്നു. പക്ഷേ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും പ്രതിഷേധങ്ങൾ നടന്നു. അങ്ങനെ വിവാദം കത്തി നിൽക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സിനിമയ്ക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഗാനത്തിനെതിരെ ഉയർന്ന വിവാദത്തെ അദ്ദേഹം അസഹിഷ്ണുത എന്നാണ് വിളിച്ചത്. അപ്പോൾ കലയ്ക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന ഭീഷണികളെ വകവെച്ചു കൊടുക്കില്ല എന്ന ശക്തമായ പ്രഖ്യാപനം കൂടി അന്ന് നടത്തിയിരുന്നു. അപ്പോൾ 2018 നിന്നും 2025 വരുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ മാറുന്നു എന്നാണോ പൊതുജനം മനസ്സിലാക്കേണ്ടത്? എടാ, നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. സ്മൃതി, എനിക്ക് ഒരു സെക്കൻഡ് തരണം. ഞാൻ ലിജു അവസാനം പറഞ്ഞ
ഒരു കാര്യത്തിൽ നിന്ന് പരാമർശിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അത് മറ്റൊന്നുമല്ല, കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് സംഘടനാ നേതാക്കന്മാർ പകുതിയിൽ 3/4 ആളുകളും ഇപ്പൊ ജയിലിൽ ഉള്ളിലാണ്. അതെപ്പോ ആഴൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ കൊള്ള തുടങ്ങിയ കാലഘട്ടത്തിൽ ആദ്യം കിട്ടിയ സ്വർണം കൊണ്ടുപോയി കൊടുത്തത് സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടാൻ വേണ്ടിയാണ്. അതൊരു ബ്രേക്കിംഗ് വാർത്തയാണല്ലോ. അങ്ങനെ ഒരു കേസില്ലല്ലോ ഇത്. അങ്ങ് പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണം കട്ടതിൽ നിന്ന് എടുത്ത് സ്വർണം എടുത്ത് ആദ്യത്തെ ഒരു ഭാഗം എടുത്ത് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു എന്ന് പറയുന്നത്? അത് വലിയൊരു ആരോപണമാണ്, ബ്രേക്കിംഗ് വാർത്തയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ മുമ്പിൽ ഒരു സ്വർണ്ണ കള്ളനാണ്. അത് സ്മൃതി സമ്മതിക്കാമല്ലോ. പക്ഷെ കൊള്ള നടത്തിയതിന്റെ കാലം കൃത്യമായി നമുക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇല്ല, അതല്ല SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. SIT അന്വേഷിച്ചതിലും കോടതിക്ക് മുന്നേ വന്ന തെളിവുകളും ഏത് കാലഘട്ടത്തെയാണ്? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. നമ്മൾ അത്ര പുരാണത്തിലേക്കൊന്നും പോണോ? നമ്മുടെ മുമ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കൊള്ള നടത്തിയ പ്രധാനപ്പെട്ട ഹീറോയാണ്, അല്ലേ? വില്ലനാണ്, അല്ലെങ്കിൽ ഹീറോയാണ്, അല്ലെങ്കിൽ നായകനാണ്. ആ നായകൻ ആദ്യം പുറത്തു വന്ന ചിത്രം അനുസരിച്ച്, അതാണ് തെളിവ്, പുറത്തു വന്ന ചിത്രം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. പിന്നെ നമ്മൾ ഇത് പറയുമ്പം അതുകൂടി പരാമർശിച്ച് പോകുന്നത് നമ്മുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നല്ലതാണ്. പറഞ്ഞ കാര്യത്തിൽ ഞാൻ 100% കൂടിയാലോചന നടത്തുന്ന ചിത്രങ്ങളുണ്ട്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ മറ്റേതുകൂടൊന്ന് പരാമർശിച്ച് പോണം. അല്ല, അങ്ങ് പറഞ്ഞത് ഗുരുതരമായ ആരോപണമാണെന്നേ. സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പടം കണ്ടു എന്നല്ല അങ്ങ് പറഞ്ഞത്. സ്വർണ്ണക്കൊള്ളയുടെ ഒരു ഭാഗം എടുത്തൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയ സോണിയാഗാന്ധിക്കാണ് ആദ്യം ഒരു ആഭരണം അണിയിച്ചു കൊടുത്തതെന്നാണ് അങ്ങ് പറഞ്ഞത്. അത് കുറച്ചുകൂടി ഗുരുതരമായ വിഷയമല്ലേ? കൂടെ കണ്ടു, പടം എടുത്തു എന്നല്ല. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. നമ്മൾ കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന പടമാണ്. അപ്പൊ അതിന്റെ അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട 2 പാർലമെന്റ് മെമ്പർമാർ നിൽപ്പുണ്ട്, ഇതല്ലേ ചിത്രം? ആ ചിത്രം കാണുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് വിചാരിക്കേണ്ടത്? അപ്പൊ അതുകൂടി പരാമർശിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അല്ല വേറൊന്നും ഞാൻ പറഞ്ഞില്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അതാണ് ഹൈക്കോടതി പറഞ്ഞത്, ഉന്നതന്മാരിലേക്ക് അന്വേഷണം. ദേവസ്വം ബോർഡ് കമ്മീഷണറിൽ നിന്നും പക്ഷെ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ എൻ വാസു കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണം പൊറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ്, പൊറിഞ്ഞതിന് തെളിവില്ല എന്നാണ്. അപ്പൊ പിന്നെ എവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ് പ്രശ്നം? വാസുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ ഇപ്പോ. അയാൾ ഗോതമ്പുണ്ട നിന്ന് ജയിലിൽ കിടക്കട്ടെ, ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? അവരും ജയിലിൽ കിടക്കട്ടെ, പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും അപ്പുറത്തുള്ള കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് ഭാരവാഹികളാണെങ്കിലും ജയിലിൽ കിടക്കുന്നത് ഗോതമ്പുണ്ടയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? കോൺഗ്രസിന്റെ ഭാരവാഹി ഏതാണ്? കോൺഗ്രസിന്റെ ഭാരവാഹി ഏതാണ്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ ബിജു? അകത്ത് കിടക്കുന്ന ബൈജു കോൺഗ്രസിന്റെ സംഘടനാ ഭാരവാഹിയല്ല. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോയി കോൺഗ്രസിന്റെ ഭാരവാഹിയല്ല. അല്ലല്ല, അദ്ദേഹം കോൺഗ്രസിന്റെ ഭാരവാഹിയല്ല. അല്ല, കോൺഗ്രസിന്റെ ഭാരവാഹികളാണ്. ഒരു നിമിഷം സ്മൃതി, പറയട്ടെ സ്മൃതി, ഒരു നിമിഷം. എന്റെ രാജു അബ്രഹാമേ, നിങ്ങൾ ഒരു CPM ജില്ലാ സെക്രട്ടറിയെ പ്രത്യേകിച്ച് ശബരിമലയിലെ കാര്യം ഒരു അടിസ്ഥാന വിവരമെങ്കിലും അറിയണ്ടേ? ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? കോൺഗ്രസിന്റെ ദേവസ്വം എംപ്ലോയീസിന്റെ സംസ്ഥാന പ്രസിഡന്റ് B ബൈജു എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരൻ, ആലപ്പുഴ INTUC ജില്ലാ പ്രസിഡന്റാ. അതല്ല KS ബൈജു, അത് നിങ്ങളുടെ ബൈജു, മനസ്സിലായോ? KS ബൈജു എന്ന് പറയുന്നത് CPM അനുകൂല സംഘടനയുടെ ഭാരവാഹി. ഈ വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞ് അല്ല ലിജു, എന്റെ സമയമാണ്, അത് കഴിഞ്ഞ് പറഞ്ഞു. അതുകൊണ്ട് വെറുതെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞ് ഡിഫോമേഷൻ കേസിൽ പ്രതിയാകരുത്. അവരുകൊണ്ട് കേസ് കൊടുക്കും. നമ്മുടെ മാധ്യമങ്ങളിൽ, പല മാധ്യമങ്ങളിലും ഇവർ ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസിന്റെ ഭാരവാഹികളാണെന്ന് പലവട്ടം വന്നിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നല്ലോ. മുരാരി ബാബു ഏത് സംഘടനയുടെ ആളാണ്? ഒരു നിങ്ങളുടെ സംഘടന പറയാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. സ്മൃതി, അപ്പൊ ആ കേസ് വിട്ടു. ഇനി മാണിക്യമലയിലേക്ക് വരാം. തെറ്റ് ലിജു, ഞാൻ വെല്ലുവിളിക്കുന്നു ലിജുവിനെ. ഞാൻ പരസ്യമായി മാപ്പ് പറയാം. തന്റെ ഇടമുണ്ടോ?
ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണ കേട്ടാ ഇവനെ കൊന്നാലാ ഇനി ഞാൻ മാണിക്യത്തിന്റെ വെല്ലുവിളിക്കാം. കാര്യം ഞാൻ പറയാം. ഞാൻ അങ്ങ് മാപ്പ് See, പറയേണ്ടി വരും. ഇവിടെ ഞാൻ വെല്ലുവിളി സംസാരിച്ച ഏറ്റെടുക്കും. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റിയും ഞാൻ വെല്ലുവിളി എല്ലാ ഏറ്റെടുക്കും. ഒന്ന് വിശദമായി പറയൂ. രണ്ടുപേരും പറ്റിയൊക്കെയാണ് ഞാൻ അങ്ങ് വെല്ലുവിളി ഏറ്റെടുക്കും. നിങ്ങൾ പേര് പറഞ്ഞു. ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പേര് പറഞ്ഞു. Yes. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ബൈജു ആണ് ജയിലിൽ കിടക്കുന്നത്. തെറ്റാണ്. KS ബൈജു നിങ്ങളുടെ യൂണിയൻ അംഗമാണ്. 2, മുരാരി ബാബു എന്ന് പറയുന്ന ആള് നിങ്ങളുടെ CPM ദേവസ്വം ബോർഡ് യൂണിയന്റെ അംഗമാണ്. കോൺഗ്രസ് ദേവസ്വം ബോർഡ് യൂണിയന്റെ അംഗമല്ല. ചളമായെന്നാ തോന്നുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങ് പറഞ്ഞു അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. ഞങ്ങളല്ല പരാതി കൊടുത്തിരിക്കുന്നത്, CPM അല്ല. ഇവിടെ തെറ്റിദ്ധരിച്ച് ചില അഭിപ്രായങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല. ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നത് ചില ഹൈന്ദവ സംഘടനകളാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? ഞാൻ 25 വർഷം ശബരിമലയുടെ MLA ആയിരുന്നു. ആണോ? അവിടെ വരുന്ന ആളുകളുടെ വികാരപരമായി അവരുടെ ഭക്തി നേരിട്ട് കണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് വികാരം വ്രണപ്പെട്ടത് സ്വർണ്ണ കൊള്ളയിലാണോ അതോ പാരഡി ഗാനത്തിലാണോ? അങ്ങ് അതിന്റെ ഒരു തീവ്രത അളക്കാമോ? എല്ലാത്തിലും തീവ്രതയാണല്ലോ അളക്കുന്നത്. അതെ, സ്വർണ്ണക്കൊള്ള അകത്താണല്ലോ മുഴുവൻ ആളുകളും. ഇനി അകത്ത് പാർട്ടിക്കകത്തുള്ളവരെ കുറിച്ചാണ് ചോദ്യം. കൊള്ള നടത്തിയിട്ടും പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെ കുറിച്ചാണ് ചോദ്യം. ശ്രീ രാജു എബ്രഹാം, നമ്മള് സ്മൃതി അങ്ങനെ പറയരുത്. ഞങ്ങളല്ലല്ലോ പരാതി ഉന്നയിച്ചേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. സംശയമൊന്നുമില്ലല്ലേ? അങ്ങ് പറഞ്ഞത് ശക്തമായ നടപടി എടുക്കണമെന്നാണ്, കടുത്ത നടപടി വേണമെന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പൊ പാർട്ടിയുടെ നിലപാടല്ലേ അത്? ഏതോ സംഘടന നിലപാടല്ലോ. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന പോയിന്റ് മാത്രമേ ഞാനിവിടെ ഉന്നയിച്ചിട്ടുള്ളൂ. സംശയമൊന്നുമില്ലല്ലേ? ഇപ്പൊ ഇതെല്ലാവർക്കും അറിയാം. ഈ ആക്ഷേപഹാസ്യം എഴുതിയിരിക്കുന്നത് എന്തിനെ പറ്റിയാണെന്നും അവിടെ സംഭവിച്ചത് എന്താണെന്നും. അങ്ങനെ ഒരു കവിത വന്നതുകൊണ്ടൊന്നും ഇവിടെ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവർക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അതൊക്കെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ്. മാത്രമല്ല ഈ പരാതി വന്നിരിക്കുന്നത് ഏതെങ്കിലും ഈ തരത്തിലൊരു സമുദായത്തിന്റെ ഭാഗമായിട്ടല്ല. ഇപ്പോൾ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്നൊരു സമിതിയാണ്. പാത സംരക്ഷണ സമിതിയാണ്. അത് തന്നെ രണ്ടായിരിക്കുന്നു. പരാതി നൽകുന്ന ആൾ നമ്മുടെ ഭാഗമല്ല എന്ന് മറ്റൊരാൾ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താ ആ പ്രതീക്ഷയും കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ കേസ് ക്വാഷ് ചെയ്ത് വരും. അതാണ് അതിന്റെ നിയമത്തിലുള്ള ഇത് കേസ് നിലനിൽക്കുന്നതല്ല. ഇതൊരു മറ്റേ ഐഡിയ ആയിപ്പോയി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.